കണ്ണേട്ടൻ്റെ അമ്മാവനാ ഞങ്ങളുടെ കല്യാണം നടത്തിയത്. കണ്ണേട്ടൻ്റെ അമ്മാവനുമായിട്ട് കരുണയുടെ അച്ഛന് വളരെ നേരത്തെയുള്ള പരിചയമാ. അമ്മയുടെ സംശയം വെച്ചിട്ട് കണ്ണേട്ടൻ്റെ അമ്മാവന് ഇതിലെന്തേലും ഒരു പങ്കുണ്ടോ എന്നൊരു സംശയം. നേരത്തെ അമ്മ ഇതുപോലുള്ള സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചതാ. കണ്ണൻ്റെ അച്ഛൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലാ അയാൾ ജോലി ചെയ്തിരുന്നത്. ഈ അപകടം ഒരു കൊട്ടേഷനാണോ? ഒന്നും അറിയില്ല. കരുണയുടെ അച്ഛനാണ് ബൈക്കിലേക്ക് ലോറി കയറ്റിയതെന്ന് എങ്ങനെ നമ്മൾ അറിഞ്ഞ്? മഹി പോലും മറച്ചു വെച്ചിരുന്ന സത്യം യഥാർത്ഥ കൊലയാളി തന്നെയാണ് പുറത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ മഹി പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അതും അധികം വൈകാതെ പുറത്തു വരും. ഒന്നും അധികകാലം ആർക്കും മൂടിവെക്കാൻ പറ്റില്ല. ഒരു കാര്യം എനിക്കറിയാം മഹി, കണ്ണൻ്റെ അമ്മ മരിച്ചത് അവൻ്റെ അച്ഛന് വലിയ ഷോക്കായിരുന്നു. പിന്നൊരു വിവാഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചതാ. എന്നിട്ടും കണ്ണൻ്റെ അച്ഛൻ വഴങ്ങിയില്ല. അവസാനം അയാളുണ്ടല്ലോ വാമദേവൻ, സ്വന്തം പെങ്ങളെ കമലേശ്വരത്ത് കൊണ്ടുവന്ന് നിർത്തി. അവിടെ വന്നു നിന്ന ദുർഗ എന്ന കണ്ണൻ്റെ രണ്ടാനമ്മ വീടൊക്കെ നന്നായി നോക്കി നല്ല ഭക്ഷണവും വെച്ച് വിളമ്പി. അതിലുപരി കണ്ണനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നത് പോലെ അഭിനയിച്ചു. അതിലൊക്കെ വീണുപോയ കണ്ണൻ്റെ അച്ഛൻ തൻ്റെ മകനെ നോക്കാൻ ഒരാൾ വേണമല്ലോ, ഒരമ്മ വേണമല്ലോ എന്ന് കരുതിയാ അവരെ കണ്ണൻ്റെ രണ്ടാനമ്മയാക്കിയത്. അതീ പറയുന്ന വാമന്റെ ബുദ്ധിയായിരിക്കും. അല്ലാതെ പിന്നെ അന്നൊക്കെ ഉണ്ണിയുടെ അമ്മയെ കാണാൻ നല്ല ചന്തമായിരുന്നു. അവർക്ക് വേറെ ബന്ധങ്ങളും കിട്ടുമായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് അവര് കണ്ണന്റെ വീട്ടിലേക്ക് വന്നത് കോടിക്കണക്കിനുള്ള കണ്ണന്റെ അച്ഛന്റെ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെയാ. വാമദേവൻ എന്ന കുറുക്കനായിട്ടുള്ള മനുഷ്യൻ സ്വന്തം പെങ്ങളെ രണ്ടാം കെട്ടുകാരന് കൊടുത്തത് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഭരിക്കാൻ വേണ്ടി തന്നെയാ. അങ്ങനെയുള്ള ആളെ എപ്പോഴെങ്കിലും കണ്ണേട്ടന്റെ അച്ഛൻ സംശയിച്ചോന്നറിയില്ല. കണ്ണനേക്കാൾ സ്ട്രിക്റ്റ് ആയിരുന്നു ബിസിനസിന്റെ കാര്യത്തിൽ കണ്ണന്റെ അച്ഛൻ. ആര് തെറ്റ് ചെയ്താലും അവരോടൊന്നും പൊറുക്കില്ലായിരുന്നു. വാമദേവനെ പോലൊരാള് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ കമ്പിയിലും സിമന്റിലും വെള്ളം ചേർക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ കസ്റ്റമേഴ്സിനോട് കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ണന്റെ അച്ഛൻ അയാളെ തൂക്കിയെടുത്ത് വെളി കളയുന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞാ അയാൾ എന്തും ചെയ്യില്ല എന്തുവേട്ടാ? ചെയ്യും. അതുകൊണ്ട് മഹിയുടെ അമ്മയുടെ സംശയം 100% തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഉണ്ണിയുടെ അമ്മ അയാളുടെ സ്വന്തം പെങ്ങളാ. സ്വന്തം പെങ്ങളെ വിധവയാക്കാൻ ഒരാങ്ങളെ ശ്രമിക്കുന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ഏത് ദുഷ്ടനും പെങ്ങളോടൊരല്പം സ്വല്പം സ്നേഹമൊക്കെ കാണുമല്ലോ. എന്തായാലും അയാളുടെ ഇപ്പോഴത്തെ പ്രവൃത്തികളിൽ എൻ്റെ അമ്മ പോലും സംശയിച്ച സ്ഥിതിക്ക് അത് നമ്മൾ സീരിയസ് ആയിട്ട് കാണണം അനന്തുവേട്ടാ.